കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളന നഗരിയിൽ നമ്മുടെ പ്രതിനിധി അഭിലാഷ് മോഹനും ഇ പി ജയരാജനും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക്. ഇപ്പോ സംസ്ഥാന സമ്മേളനത്തിന് പ്രതിനിധി സമ്മേളനം ആരംഭിക്കാറായി. പതാക ഉയർത്തൽ അടുത്ത 10 മിനിറ്റിലുണ്ടാവും. ഇപ്പോൾ ഇ പി ജയരാജൻ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം നമ്മോടൊപ്പം ഉണ്ട്. സ്വാഗതം. നല്ലൊരു സമ്മേളനത്തിലേക്ക് പോവുകയാണ്. പ്രായപരിധി മാനദണ്ഡമൊക്കെ വളരെ കർശനമായി നടപ്പാക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അതൊന്നും ഇപ്പോൾ ഒരു പ്രസക്തമായ പ്രശ്നമേ അല്ല. ഒരാളെ കുറിച്ചുള്ള പ്രശ്നം അയാളുടെ ജീവിതം സമൂഹത്തിന് വേണ്ടി അർപ്പിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിലെ ഓരോ സഖാവും അവരുടെ പ്രായമല്ല, അവരുടെ ജീവിതം സമൂഹത്തിന് വേണ്ടി അർപ്പിക്കുന്നു. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് ഓരോരുത്തരുടെയും ജീവിതം അവസാനം വരെ ഉണ്ടാകും. അല്ല, ഇ പിക്ക് 75 ആയിട്ടില്ല. അല്ല, വയസ്സൊന്നും ഇന്നൊരു അല്ല ഞാൻ ലക്ഷ്യം വെക്കുന്നത്. കുറേ കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ജീവിത അവസാനം വരെ ഉണ്ടാകും. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ 75 വയസ്സ് കഴിഞ്ഞ ആളുകളെ സമിതികളിൽ നിന്ന് ഒഴിവാക്കും, പക്ഷെ അവരെ സംസ്ഥാന സെന്ററിന്റെ ഭാഗമായി നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ്. അത് നിങ്ങൾക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ അപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുമായിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ ഓരോരുത്തരോട് വന്ന് ചോദിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഇന്ന് മുഖ്യമന്ത്രി ഒരു നവകേരള നവരേഖ അവതരിപ്പിക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ നിലവിലുള്ള നയങ്ങളിൽ നിന്നുള്ള ഒരു പരിഷ്കരണമൊക്കെ ഉണ്ടാവും. അതിൽ വരട്ടെ, രേഖ അവതരിപ്പിക്കട്ടെ. രേഖ അവതരിപ്പിച്ചാൽ സ്വകാര്യ രേഖയായി വെക്കില്ല, അത് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് സംബന്ധിച്ച് നിരീക്ഷണം നടത്താം, അഭിപ്രായങ്ങൾ പറയാം. രേഖ വരട്ടെ. ഇപ്പോൾ മുമ്പ് വ്യവസായ മന്ത്രി ആയിരുന്ന ആളാണ്. കുറച്ചുകൂടി പ്രോ ബിസിനസ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നയങ്ങളിലേക്ക് അങ്ങനെ കുറെ കൂടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിൽ പാർട്ടി നയം മാറ്റുന്നുണ്ടോ? 10, 25, 50 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. ലോകം എന്തൊക്കെ മാറ്റങ്ങൾ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എത്രമാറ്റം വളർച്ചയും വികാസവുമാണ്. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതാണ് മാർക്സിയൻ ദർശനം. അതാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാലോചിതമായ നിലയിൽ ഒട്ടനവധി നടപടികൾ സ്വീകരിക്കും. ആ സ്വീകരിക്കുന്നതെല്ലാം ഒരു മാർക്സിയൻ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചൊരു നേതൃമാറ്റമൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടോ? എന്തിനാ നേതൃമാറ്റം? ഈ കാര്യങ്ങൾ നടപ്പിലാക്കലല്ലേ ഇവിടുത്തെ പ്രശ്നം. നേതൃമാറ്റമല്ല, ഈ പാർട്ടി അംഗീകരിച്ച നയം നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഒരു സുശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കെട്ടിപ്പടുക്കുക, വളർത്തിയെടുക്കുക. ഇന്ന് കേരളത്തിൽ 50% കൂടുതൽ ജനപിന്തുണയുള്ള പാർട്ടിയല്ല CPM. ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഭൂരിപക്ഷത്തിൻ്റെ പാർട്ടിയാക്കി CPM-നെ മാറ്റുക എന്നുള്ളതാണ്. ആ ഭൂരിപക്ഷത്തിൻ്റെ പാർട്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിലൂടെ 50%-ലെത്തുക. അവിടെയും നിൽക്കില്ല. ഒരു മൂന്നാം പിണറായി സർക്കാരാണോ ലക്ഷ്യം? ഞങ്ങളുടെ മുന്നേറ്റത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാനും വളർത്തിയെടുക്കാനുമുള്ള പ്രവർത്തനങ്ങൾ. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മത്സരിക്കും. ആ തെരഞ്ഞെടുപ്പ് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ളതാണ്. അതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മത്സരിക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മത്സരിക്കും. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഒരു സുശക്തമായ ബഹുജന വിപ്ലവ പാർട്ടി കെട്ടിപ്പടുക്കുക, ലക്ഷ്യത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിനുള്ള നയങ്ങളാണ് ആവിഷ്കരിക്കുന്നത്. താങ്ക് യു. ഇ പി ജയരാജനാണ് സംസാരിച്ചത്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. CPM-ന്റെ പ്രമുഖരായ നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട്. ഇ പി ജയരാജനുമായി അഭിലാഷ് മോഹൻ നടത്തിയ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. അഭിലാഷ് ഇപ്പോൾ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന നഗരിയിൽ നിന്നും. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സമ്മേളനം എപ്പോഴാണ് ആരംഭിക്കുക? പതാക ഉയർത്തലും മറ്റും കഴിഞ്ഞോ? നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തിച്ചേരാനുണ്ട്. ബാക്കി പ്രധാനപ്പെട്ട പ്രതിനിധികളെല്ലാം എത്തിച്ചേർന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരൊക്കെ എത്തിച്ചേർന്നു കഴിഞ്ഞു. ഇനി 10 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം. പ്രതിനിധി സമ്മേളനം പ്രകാശ് കാരാട്ടാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ആദ്യത്തെ നടപടിക്രമം പതാക ഉയർത്തലാണ്. പതാക ഉയർത്തൽ, പതാകയെ സല്യൂട്ട് ചെയ്യൽ, രക്തസാക്ഷികൾക്ക് അഭിവാദനം അർപ്പിക്കൽ, തുടർന്ന് പ്രതിനിധി സമ്മേളന ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കും. അവിടെ സ്വാഗതഗാനം, സ്വാഗത പ്രസംഗം, തുടർന്ന് രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം, പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗം. ഇതാണ് ഉദ്ഘാടന സെഷൻ. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞതിന് ശേഷം പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന നവകേരളത്തിന് പുതുവഴികൾ എന്ന രേഖയാണ്. അതിൽ കൃത്യമായ ഒരു നയമാറ്റം ഉണ്ടാവും, ഒരു പോളിസി ഷിഫ്റ്റ് ഉണ്ടാവുമെന്ന് പൊതുവെ പ്രതീക്ഷപ്പെടുന്നുണ്ട്. അത് ഏറെക്കുറെ ശരിവെക്കുന്ന വിധത്തിലാണ് നേതാക്കന്മാർ സംസാരിക്കുന്നത്. നേരത്തെ മോത്തി ശ്രദ്ധിച്ചാണ് ഇ പി ജയരാജൻ, പാർട്ടിയുടെ സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 25 കൊല്ലം മുമ്പുള്ള കേരളമല്ല ഇപ്പോഴത്തെ കേരളം, പുതിയ കേരളമാണ്. അപ്പോൾ ആ കേരളത്തിന് അനുസൃതമായ വിധത്തിൽ ഉള്ള മാറ്റങ്ങൾ സ്വാഭാവികമായും പാർട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രായപരിധി നിബന്ധന വളരെ കർക്കശമാക്കി നടപ്പാക്കുന്നു എന്നുള്ളതാണ്. 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സംസ്ഥാന
കമ്മിറ്റി അംഗങ്ങൾക്ക്, അതായത് 15ഓളം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഒഴിയും. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, പി കെ ശ്രീമതി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സ്വാഭാവികമായും പ്രായപരിധി നിബന്ധന മൂലം ഒഴിയും. അപ്പോൾ പുതുതായി ആരൊക്കെയാണ് സെക്രട്ടേറിയറ്റിലേക്ക് വരിക, പുതുതായി ആരാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരിക എന്നുള്ളത് പ്രധാനമാണ്. എം.വി. ഗോവിന്ദൻ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് യുവത്വമുള്ള കമ്മിറ്റി വരുമെന്നുള്ളതാണ്. അതായത് 15 മുഖങ്ങൾ മാറുമ്പോൾ, 15 പേർ സംസ്ഥാന സമിതിയിൽ നിന്ന് മാറുമ്പോൾ കുറെ കൂടി യങ്ങായിട്ടുള്ള യുവനിരയിൽ നിന്നുള്ള ആളുകളായിരിക്കും പുതുതായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരിക എന്ന് നമുക്ക് സ്വാഭാവികമായും വിചാരിക്കാം. വനിതാ പ്രാതിനിധ്യം, യുവ പ്രാതിനിധ്യം തുടങ്ങിയവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു യുവത്വമുള്ള ഒരു പുതിയ കമ്മിറ്റിയാവും ഉണ്ടാവുക. ആ കമ്മിറ്റിയാണ് പുതിയ സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ എ കെ ബാലൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിയുമ്പോൾ സ്വാഭാവികമായും എം പി രാജേഷ് ആ പദവിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കണ്ണൂരിൽ നിന്ന് പി കെ ശ്രീമതി മാറുമ്പോൾ പി ശശിയോ പി ജയരാജനോ വരാം. അങ്ങനെ പുതിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ആരാണെന്നുള്ളത് സാധാരണഗതിയിൽ സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുക്കുന്ന ആദ്യത്തെ സംസ്ഥാന സമിതി പിന്നീട് ചേരുമ്പോഴാണ് സെക്രട്ടേറിയറ്റിനെ തെരഞ്ഞെടുക്കാറ്. കഴിഞ്ഞ തവണ പക്ഷേ സമ്മേളന അവസാനം തന്നെ സെക്രട്ടേറിയറ്റ് രൂപം കൊണ്ടു എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ സമ്മേളനത്തിലും അങ്ങനെ തന്നെ ആകാം. എന്തായാലും നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. പ്രതിനിധി സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. ശരി അഭിലാഷ്.